ശശിയുടെ വീട്ടിൽ ഈ എപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാർ വന്ന് ഇവിടെ ഒരു വായനശാല പോലാണ്, എപ്പോഴും ആൾക്കാരാണെന്നാണ് പറയുന്നത്. എന്തായാലും അത് ശശിയുടെ പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ വലിയ മനസ്സുകൊണ്ടാണ് അവർ വരുന്നത്, നിങ്ങളെന്നെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവരൊക്കെ വരാൻ കാര്യം എന്താ, അവരുടെ മനസ്സാണ്, നിങ്ങളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. എന്നെ ഒത്തിരിയും ഒരു നല്ല കാര്യമാണ്, എനിക്കില്ലാത്തൊരു ഭാഗ്യം അദ്ദേഹത്തിനുണ്ട്. പിന്നെ അടുത്തത്, ഞാനിങ്ങനെ എന്തുകൊണ്ട് ഇവിടെ വന്നു എന്നൊരു ചോദ്യം ചോദിച്ചേക്കാം അല്ലേ? അതിന് കാരണമുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ വലിയ വലിയ ബിസിനസ്സുകാരും ഒക്കെ ഇങ്ങനെ, അതായത് മഴക്കാലം തുടങ്ങുന്നല്ലോ, മെയ് ജൂൺ മാസങ്ങളിൽ അവധിയെടുത്തിട്ട് മഴയെ കൊണ്ട് തുടങ്ങുന്ന അവസരത്തിൽ പോയി സുഖചികിത്സയ്ക്കൊക്കെ പോയി ഇരിക്കും. പിന്നെ അവർ വേറെ ഈ ബിസിനസ് ഒന്നും നടത്തില്ല, അവരെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങൾക്ക് ഇപ്പം ഫ്രീ ടൈമാണ് മജിഷ്യന്മാർക്ക്. അതായത് മജിഷ്യന്മാരുടെ കലാകാരന്മാർക്കെല്ലാം ഇപ്പം പതുക്കെ സീസണൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഒന്ന് കറങ്ങി എൻ്റെ സുഹൃത്തുക്കളൊക്കെ കാണാൻ വിചാരിച്ച് ഞാൻ അങ്ങനെ ഇന്നലെ 2 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇറങ്ങി പല എൻ്റെ സുഹൃത്തുക്കളെ മജിഷ്യന്മാരെയും അതുപോലെ മറ്റു കലാകാരന്മാരൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കും. മിക്കവാറും കൂടുതൽ ആൾക്കാരെ നമ്മൾ കാണുന്ന പ്രായമുള്ളവരെയാണ്. ഓക്കെ, അവർക്കൊന്നും മുന്നോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, പ്രായം കൊണ്ടും ആരോഗ്യ പ്രശ്നം കൊണ്ടൊന്നും. അവരെയൊക്കെ പോയി കാണുന്നുണ്ട്, കണ്ട് അവരുമായിട്ട് കുറേ സൗഹൃദം പങ്കെടുത്തു. ഇതൊക്കെയാണ് ഇങ്ങനെ ഒരു ഭാഗമായിട്ട് ഞാൻ ശശി എന്ന് പറഞ്ഞ പ്രായമുള്ള ആളല്ല, സോറി, ഇദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോന്നു. വരുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത്തരം ആൾക്കാരോട് എനിക്ക് ഒത്തിരി സന്തോഷം. എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആദരവാണിത്. അല്ലെങ്കിൽ ചിലടത്ത് ചെന്നിട്ട് ഹോട്ടൽ അങ്ങേരി നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ വരുത്തൊന്നുമില്ല. ഇതിപ്പോ നിങ്ങളൊക്കെ ഇത്രയും വരാൻ കാര്യം ശശിയുടെ ആ മാജിക്, ശശി ഇവിടെ കാട്ടിക്കൂട്ടിയ മാജിക്കിന്റെ ആ ഒരു പ്രത്യേകത കൊണ്ട് മാത്രമാണ്. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. ഇതിൽ ഇദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ പലരും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇല്ലേ ഇതൊക്കെ ഭാവി തലമുറയാണ്, ഭാവി മജിഷ്യന്മാരാണ് ഇതെല്ലാം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ വന്നെത്തിയതിൽ. ഇതിൽ കൂടുതൽ എനിക്ക് ഒത്തിരി സന്തോഷം. ദാറ്റ്സ് ഏറ്റവും കാണണമെന്ന ആഗ്രഹം. അപ്പൊ സത്യത്തില് നിങ്ങൾക്കറിയാമല്ലോ, ഒരു യാത്രയുടെ ഭാഗമാണ് ഞാൻ. അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതിലൊക്കെ പ്രഗത്ഭനായ വ്യക്തി ഇവിടുത്തെ ശശി താഴ്ത്തുകയില്. അദ്ദേഹം നിമിഷ നേരം കൊണ്ട് അവിടുന്ന് എടുക്കുന്നു. ഈവൻ പക്ഷികളെ വരെ എടുക്കുന്ന ആളാണ്. ഡവ് ആക്ടർ ആണ് അദ്ദേഹം. ഇന്ന് കേരളം കണ്ടിട്ടുള്ള ഇന്നത്തെ മജിഷ്യന്മാരിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തിയാണിത്, ഡവ് ആക്ടർ എന്ന് ഞാൻ പറയും. എനിവേ, ഇതിപ്പോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഞാൻ ചെയ്യുന്നത് ഒരു പെണ്ണിനെ ഇങ്ങോട്ട് പിടിക്കുക, മുറിക്കുക, രണ്ടായിട്ട് മാറ്റുക. അമ്മ പേടിക്കണ്ട. അപ്പൊ രണ്ടായിട്ട് മുറിച്ച് മാറ്റുക. ഇതൊക്കെ ഇപ്പൊ എന്നോട് ഒരു വീട്ടിൽ ചെന്നിട്ട് ഒരു ഐറ്റം കാണിയത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറയും? അയ്യോ, ഞാൻ ആ പെട്ടിയൊന്നും കൊണ്ടുവന്നിട്ടില്ല, പെണ്ണിനെ മുറിച്ച് മാറ്റുന്ന പെട്ടി കൊണ്ടുവന്നില്ല, അത് കാരണം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വിഷമമാകും, ഇല്ലേ? പക്ഷെ യഥാർത്ഥ ഒരു കലാകാരൻ ചെയ്യേണ്ടത് എവിടെ ചെന്നെന്ന് പറഞ്ഞാലും ഉള്ള സൗകര്യത്തിൽ ഒരു ചെറിയൊരു പേപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ഐറ്റം വെച്ചിട്ട് ആൾക്കാരെ, അല്ലെ കാണികളെ സന്തോഷിപ്പിക്കുകയാണ് വേണ്ടത്, അല്ലെ കൊച്ചുകുട്ടികളെയൊക്കെ സന്തോഷിപ്പിക്കണം. അതാണ് യഥാർത്ഥ കലാകാരൻ.